നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയൺ മ്യൂണിച്ച് DFB പൊക്കാൽ ഡൊമസ്റ്റിക് ടൂർണമെന്റിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. പ്രീ ക്വാർട്ടറിൽ വെച്ച് 1-0 ബയർ ലെവർകൂസനെതിരെ ബയൺ മ്യൂണിച്ച് പരാജയപ്പെട്ടത്. മറ്റൊരു മത്സരത്തിൽ ബാഴ്സലോണ 5-1 മയോർക്കയെ അടിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ മത്സരത്തിലേറ്റ പരാജയത്തിൽ നിന്ന് ബാഴ്സയ്ക്ക് തിരിച്ചു വരേണ്ട അത്യാവശ്യ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ബയണിന്റെ പെർഫോമൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിൻസെന്റ് കോമ്പനി വന്നതിന് ശേഷം ഫാൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു സീസൺ എങ്കിലും ഡൊമസ്റ്റിക് കപ്പിൽ ബയൺ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യും, കപ്പ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേറ്റിട്ടുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ പരാജയം. നല്ലൊരു ആട്ട് ബയൺ ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മാനുവൽ നോയർ കിട്ടിയിട്ടുള്ള റെഡ് കാർഡ് തന്നെയാണ് കളി മാറ്റിമറിച്ചത് എന്ന് പറയേണ്ടി വരും. പുള്ളിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ കിട്ടിയിട്ടുള്ള ആദ്യത്തെ റെഡ് കാർഡാണ്. പക്ഷേ വളരെ വളരെ മോശപ്പെട്ട ഒരു സമയത്താണ് ആ റെഡ് കാർഡ് കിട്ടിയത്. അപ്പോൾ കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ 1-2 ഹാഫ് ചാൻസുകളൊക്കെ ബയണിന് കിട്ടി. ജമാൽ മൂസിയാലൊക്കെ ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ലെവർകൂസൻ കൗണ്ടറിലൂടെ ഒരു കിഡിലം ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ലോങ് ബോൾ ജെർമി ഫ്രിക്പോഗിന്റെ കയ്യിലേക്ക് എത്തുന്നു. പുള്ളി ആ ബോളുമായിട്ട് മുമ്പോട്ട് വരികയാണ്. നോയർ ജഡ്ജ്മെന്റോടെ ഈ ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ബോക്സിന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ആ ജഡ്ജ്മെന്റ് അപ്പാടെ തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. പുള്ളിക്ക് ബോൾ ക്ലിയർ ചെയ്യാനും പറ്റിയില്ല, പ്ലെയറെ ഫൗൾ ചെയ്യേണ്ട സിറ്റുവേഷനും വന്നു. റഫറി ഇടപെട്ടു. സ്ട്രേറ്റ് റെഡ് കാർഡ് ആയിരുന്നു. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 17ാമത്തെ മിനിറ്റിൽ മാനുവൽ നോയർക്ക് പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു. അതോടുകൂടി കളിയുടെ ഗതി ആകെ മാറി മറിഞ്ഞു എന്ന് പറയേണ്ടി വരും. പക്ഷെ 10 പേരെ വെച്ചിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ന് ബയൺ കാഴ്ചവെച്ചിട്ടുള്ളത്. ജയിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ലെയ്മർക്ക് 3-4 ഓപ്പർച്യൂണിറ്റികൾ കിട്ടി. കിമ്മിങ് ജാക്ക് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ ബയണിന് കഴിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിൽ വന്നതോടെ ഫ്ലോറിയൻ വിഡ്സിന് 3-4 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുപോലും ഫിനിഷ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. എനിക്ക് തോന്നുന്നു ലെവർകൂസന്റെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു. ലോങ് ബോൾ ഇടുക, ബോക്സിലേക്ക് ക്രോസ് എത്തിക്കുക, അത് കൃത്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു പ്ലാന് അവർ വളരെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. നെയ്തൻ ടെല്ല 60ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വരുന്നു. 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ലോങ് ബോൾ ബോക്സിലേക്ക് എത്തുകയാണ്. 2 ഡിഫൻഡർമാർ പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. കിമ്മിങ് ജ ബോക്സിൽ ഉണ്ടായിരുന്നു, അൽഫോൺസ് ഡേവിസ് ഉണ്ടായിരുന്നു. ഇവരിടക്കൂടെ കൃത്യമായിട്ടുള്ള ഒരു ഹെഡറിലൂടെ ഇത് കൺവേർട്ട് ചെയ്യാൻ നെയ്തൻ ടെല്ലക്ക് കഴിഞ്ഞു. അതോടുകൂടി ബയണിന്റെ കയ്യിൽ നിന്നും കളി പോയി എന്ന് പറയേണ്ടി വരും. പിന്നീട് 1-2 ഹാഫ് ചാൻസുകൾ ബയണിന് ലഭിച്ചു. അതുകൊണ്ടൊന്നും നടന്നില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-0 ബയൺ പരാജയപ്പെടുകയും ചെയ്തു. എന്തായാലും ഹാരി കെയ്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരു കപ്പിനായിട്ട് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബുണ്ടസ് ലീഗ ടൈറ്റിൽ ചലഞ്ചേഴ്സിന്റെ ലിസ്റ്റിൽ ബയൺ ഉണ്ട്. പക്ഷെ അവസാന ഘട്ടത്തിൽ അതും കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട സിറ്റുവേഷൻ തന്നെയാണ്. മറ്റൊരു മത്സരത്തിൽ ബാഴ്സലോണ 5-1 ഒരു കിടിലൻ വിക്ടറിയാണ് മയോർക്കെതിരെ ഇന്ന് നേടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ പണിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം മയോർക്കയുടെ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടം ഡിഫെൻഡിങ്ങിന്റെ നെക്സ്റ്റ് ലെവലാണെന്ന് പറയേണ്ടി വരും. കാരണം മൊഹിക്കയൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. ആദ്യത്തെ ഗോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വൻ കോമഡിയാണ്. ഒരു ബോൾ ബോക്സിലേക്ക് വരുന്നു. മയോർക്കയുടെ 2 ഡിഫൻഡർമാർ ഇത് ഗാർഡ് ചെയ്യുന്നുണ്ട്. ഗോൾ കീപ്പർ വന്നിട്ട് ഈസി ആയിട്ട് പിടിക്കേണ്ട പന്താണ്. പക്ഷേ കൺഫ്യൂഷൻ കാരണം മൊഹിക്ക ഈ ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മറ്റൊരു ഡിഫൻഡറുടെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയി ഫെറാൻ ടോറസിന്റെ കാലിലേക്ക് എത്തുകയാണ്. പുള്ളി അത് ബോക്സിലേക്ക് അടിച്ചു. ഡിഫ്ലക്ഷനോടെ അത് ബോക്സിലേക്ക് എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ മയോർക്കയുടെ ആദ്യത്തെ ഗോളും ബാഴ്സലോണയുടെ ഹൈലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഗോൾ അടിക്കുന്നത്. 2 പേര് റൺ ചെയ്യുന്നു. ഒരാൾ ഓഫ് സൈഡ് ആയിരുന്നു. പുള്ളി ആ ബോൾ ലീവ് ചെയ്തുകൊണ്ട് മറ്റേ പ്ലെയറിന് ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ലീഗലായിട്ട് അത് അനുവദിക്കുന്ന സിറ്റുവേഷൻ ആണ്. അങ്ങനെ മൊറീച്ചി ഈ ഒരു ബോൾ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-1 എന്നുള്ള സിറ്റുവേഷനിലാണ് മുമ്പോട്ട് പോയത്. ഒരു ഏർലി യെല്ലോ കാർഡൊക്കെ കുബാസിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം വരെ പിന്നീട് മിസ്റ്റേക്സ് ഒന്നും പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ആണ് ഒരു കൂട്ടം പ്ലെയറിന് നമ്മൾ കണ്ടത്.
റഫീന ശരിക്കും പറഞ്ഞ ഒരു ബീസ്റ്റ് പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ റൺ ആയാലും ഫിനിഷിംഗ് ആയാലും അസിസ്റ്റ് ആയാലും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. യമാലിന്റെ പെർഫോമൻസ് ഇന്ന് എടുത്തു പറയുന്നുണ്ട്. പുള്ളി ഇന്ന് കൊടുത്തിട്ടുള്ള ഒരു അസിസ്റ്റ് ഉണ്ട്, റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു മഴവില്ലി ഷോട്ട് പോലെ കേർവ് ചെയ്തിട്ടുള്ള ഒരു അസിസ്റ്റ്. അതിനിടയ്ക്ക് ഡിഫൻഡേഴ്സ് ഉണ്ട്, ഗോൾ കീപ്പർ ഉണ്ട്, ഇവർക്കിടയിലൂടെ കൃത്യമായിട്ടുള്ള ഒരു പന്ത് ലെഫ്റ്റ് വിങ്ങിലേക്ക് എത്തി. ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് മാത്രമല്ല, ഒരു പെനൽറ്റി വിൻ ചെയ്തതും യമാലിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ്. പുള്ളിയെ ബോക്സിൽ വെച്ചിട്ട് ഫൗൾ ചെയ്യുന്നു. മൊഹീക്ക ഒന്നിനു പിറകെ ഒന്നായിട്ട് മിസ്റ്റേക്കുകൾ നടത്തിക്കൊണ്ടിരുന്നു. പുള്ളി എന്തിനോ ടീം പ്ലേയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു. യാതൊരു ആവശ്യകതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഗോൾ വന്നുകൊണ്ടിരുന്നു. ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ വളരെയധികം ടൈം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മയോർക്ക ടീമിനെയാണ് നമ്മൾ കണ്ടത്. 4 ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ട് സെക്കൻഡ് ഹാഫിൽ 5-1 ലീഡിലേക്ക് ബാഴ്സലോണ എത്തുകയും ചെയ്തു. എന്തായാലും ലീഗിൽ ഈ ഒരു ഫോം നിലനിർത്തേണ്ടത് ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. കാരണം റയലുമായിട്ടുള്ള പോയിന്റ് ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ടൈറ്റ് ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി വരാൻ പോകുന്ന പല മത്സരങ്ങളിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ മുമ്പോട്ട് പോകേണ്ടത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഫ്രാങ്കി ഡിയോങ് ഇന്നൊരു ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റ് കൊടുത്തു. പുള്ളി ടീമിലേക്ക് വരുന്നത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നെക്സ്റ്റ് മാച്ചിലൊക്കെ പുള്ളി സ്റ്റാർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.